ഇന്ന് നമുക്ക് ചിയാൻ വിക്രം, സുരാജ് വെഞ്ഞാറമൂട്, എസ് ജെ സൂര്യ എന്നിവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന വീരധീര സൂരൻ പാർട്ട് 2 എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ മധുരൈ ഗ്രാമത്തിലുള്ള രവി എന്നൊരാളിനെയാണ് കാണിക്കുന്നത്. ഈ രവി ആ ഗ്രാമത്തിലെ തന്നെ പേര് കേട്ട ഒരു ഗുണ്ട എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, രവിക്കൊരു മകനുണ്ട്, കണ്ണൻ. ഈ കണ്ണനും രവിയെ പോലെ തന്നെയാണ്. അച്ഛനും മകനും നാട്ടിലെ വലിയ പ്രമാണിയും പിന്നെ പേര് കേട്ട ഗുണ്ടകളുമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം ഇവര് വലിയ പേടിയാണ്. ഇവരുടെ ഗ്രാമത്തില് ഉത്സവം നടക്കുകയാണ്. രവിയും കണ്ണനും ആ ഒരു ഉത്സവം ആഘോഷമാക്കുവാനായി തീരുമാനിച്ചു. അങ്ങനെ അവരുടെ ബന്ധുക്കളെല്ലാം വീട്ടിലേക്ക് എത്തിയിരുന്ന സമയം അപ്പോഴാണ് ഒരു സ്ത്രീയും അവരുടെ മകളും ഇവരുടെ വീട്ടിലേക്ക് വരുന്നതും. എന്നിട്ട് കണ്ണനോട് ഒരുപാട് പ്രശ്നമുണ്ടാക്കുന്നു. എന്റെ ഭർത്താവ് ഇങ്ങോട്ടാ വന്നത്, ദേ ഇപ്പോൾ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല, ആ മനുഷ്യനെ കാണുന്നതുമില്ല, നിങ്ങൾ എന്ത് ചെയ്തു, എന്റെ ഭർത്താവിനെ കൊന്നു കുഴിച്ചു മൂടിയോ എന്ന് ചോദിച്ച് ആ സ്ത്രീ വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നു. ഇവരുടെ ഭർത്താവ് ഈ കണ്ണന്റെയും രവിയുടെയും കീഴിലാണ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ എന്തോ ചെറിയ പ്രശ്നമുണ്ടായി. ഇപ്പോൾ അവരുടെ ഭർത്താവിനെ കാണുന്നില്ല, വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല. അതുകൊണ്ട് കണ്ണനയ്ക്ക് ചേർന്ന് എന്തോ ചെയ്തു എന്ന് അവർ കരുതി. അങ്ങനെ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഉത്സവ ദിവസം, അതും നല്ല ദിവസമായിട്ട് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടും ആ സ്ത്രീ കേൾക്കാതെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ദേഷ്യം വന്ന കണ്ണനാണെങ്കിൽ അവരെ അവിടെ നിന്നും അടിച്ചോടിക്കുന്നു. സത്യത്തിൽ ആ സ്ത്രീ കരുതിയിരുന്നത് അവരുടെ ഭർത്താവിനെ കാണാതായത് ഈ കണ്ണനെ കാരണമാണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. അവരുടെ ഭർത്താവാണെങ്കിൽ ജോലി സംബന്ധമായിട്ട് വേറെ എങ്ങോട്ടോ പോയതാണ്. ഫോണും സ്വിച്ച് ഓഫ് ആയിപ്പോയി. അവർ കരുതിയത് കണ്ണനടുത്തേക്കാണ് വന്നത്, കണ്ണൻ കാരണമാണ് തന്റെ ഭർത്താവ് കാണാതായതെന്നും അതുകൊണ്ടാണ് അവരങ്ങനെ പ്രശ്നമുണ്ടാക്കിയതും. എന്നാൽ ഇപ്പോൾ അവരുടെ ഭർത്താവാണെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞ് കൂട്ടുകാരനോടൊപ്പം തിരികെ എത്തിയ സമയത്താണ് ഒരു കാര്യം അറിയുന്നത്, തന്റെ ഭാര്യയും മകളെയും കാണാനില്ല എന്ന്. അവസാനമായിട്ട് ഭാര്യ പോയത് കണ്ണന്റെ വീട്ടിലേക്കാണെന്നും അതും ഭർത്താവിനെ കാണാനില്ല എന്ന പേരിലാണ് കണ്ണന്റെ വീട്ടിലേക്ക് പോയതെന്നുള്ള കാര്യം ഭർത്താവ് അറിയുന്നു. ഉടനെ തന്നെ അയാൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് കൊടുക്കും. എന്റെ ഭാര്യയും മകളും അവസാനമായി പോയത് കണ്ണന്റെ വീട്ടിലേക്കാണെന്ന് പറയുമ്പോൾ പോലീസുകാർക്കൊക്കെ ചെറിയ പേടിയാകും. കാരണം അത്രയ്ക്കും വലിയ ആളുകളാണ് ഈ കണ്ണനും കണ്ണന്റെ അച്ഛൻ രവിയും. ആ സ്ത്രീയെയും മകളെയും കാണാതായത് അവസാനമായിട്ട് കണ്ണന്റെ വീട്ടിൽ പോയതിനു ശേഷമാണെന്ന് SP ആയിട്ടുള്ള അരുണഗിരി അറിയുന്നു. അരുണഗിരി ആ ഒരു കേസ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അരുണഗിരിയാണെങ്കിൽ അച്ഛനെയും മകനെയും എൻകൗണ്ടർ ചെയ്യുവാനായിട്ടുള്ള ഓർഡറും വാങ്ങിച്ചെടുക്കുന്നു. എന്തിനാണ് അരുണഗിരിക്ക് അവരോട് ഇത്ര ദേഷ്യം? ഈ ഒരു കേസിന് വേണ്ടിയിട്ട് എന്തിനായിരിക്കും എൻകൗണ്ടർ ഓർഡർ വാങ്ങിയെടുക്കുന്നത് എന്നൊരു സംശയമില്ലേ? അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഈ അച്ഛന്റെയും മകന്റെയും പേരിൽ ഒരുപാട് കേസുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു എൻകൗണ്ടർ ഓർഡർ വാങ്ങിയെടുക്കുന്നത് തന്നെ എളുപ്പമാണ് അരുണഗിരിക്ക്. മാത്രമല്ല, ഈ അച്ഛനോടും മകനോടും അരുണഗിരിക്ക് അല്ലാതെ പേഴ്സണലായിട്ട് ഒരു ദേഷ്യമുണ്ട്. കാരണം എന്തെന്നാൽ, മുൻപ് അരുണഗിരി DSP ആയിട്ട് ജോലി ചെയ്തിരുന്ന സമയം അപ്പോൾ ഈ അച്ഛനെയും മകനെയും കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഈ അച്ഛനും മകനും ഒരുപാട് പ്രശ്നമുണ്ടാക്കിയിരുന്നു. അച്ഛനും മകനും ഉണ്ടാക്കിയ പ്രശ്നം കാരണം അന്ന് DSP ആയിരുന്ന അരുണഗിരിക്ക് തന്റെ ആ ഒരു സ്ഥാനം നഷ്ടപ്പെട്ട് താഴേക്കിടയിലേക്ക് വന്നു. അത് കാരണം അരുണഗിരിക്ക് വല്ലാത്ത ദേഷ്യം രവിയോടും കണ്ണനോടും ഉണ്ടായിരുന്നു. പിന്നീട് കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് അരുണഗിരി എത്തിയിരിക്കുന്നതും. കണ്ണനും അച്ഛനും ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ബാധിച്ചത് അരുണഗിരിയുടെ ജോലിയായിരുന്നു. ആ ഒരു ദേഷ്യം അരുണഗിരിയുടെ മനസ്സിലുണ്ട്. എങ്ങനെയും ഇന്ന് രാത്രിക്കകം രണ്ടിനെയും എൻകൗണ്ടർ ചെയ്യണമെന്നും അരുണഗിരി തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഇവരൊരു നാടകം പ്ലാൻ ചെയ്യുന്നു. ഇവരെ രണ്ടുപേരെയും എൻകൗണ്ടർ ചെയ്യുവാനുള്ള തീരുമാനം സ്ട്രോങ് ആക്കണമെങ്കിൽ ഇവരുടെ വീട്ടിൽ നിന്നും ആ സ്ത്രീയുടെ ഡെഡ് ബോഡി കിട്ടണമല്ലോ. അതിനു വേണ്ടിയിട്ട് അരുണഗിരി ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നു. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത വിധം ഒരു സ്ത്രീയുടെ ബോഡിയാണെങ്കിൽ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് അവിടെ നിന്ന് തന്നെ പോലീസ് ഡെഡ് ബോഡിയും കണ്ടെത്തുകയാണ്. വീട്ടിൽ നിന്നും പോലീസുകാർ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് വീട്ടുകാർക്കാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല. ഉടനെ തന്നെ രവിയെ വീട്ടുകാർ വിവരം അറിയിക്കും. തനിക്കെന്തോ വലിയ പണി വരാൻ പോകുന്ന കാര്യം രവിക്ക് മനസ്സിലായി. ഇന്ന് രാത്രിക്കകം ഇവരെ എൻകൗണ്ടർ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഇവർ കോടതിയിൽ പോയി ഹാജരാകും. അത് നടക്കുവാൻ പാടില്ല. അതിനു മുൻപ് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നും അരുണഗിരി കൂടെയുള്ള പോലീസുകാരോട് പറയുന്നു. ഈ വിവരം രവി അറിയുകയാണ്. രവിക്ക് എങ്ങനെയെങ്കിലും തന്റെ മകനെ മാറ്റണം. രവി ഉടനെ തന്നെ കണ്ണനെ അവിടെ നിന്നും മാറ്റുകയാണ്. നാളെ രാവിലെ വരെ നീ നിന്റെ ജീവൻ പിടിച്ചു നിർത്തണം. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് കോടതിയിൽ ഹാജരാകാമെന്നും രവി പറയുന്നു. അരുണഗിരിയുടെ കണ്ണന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ച കാര്യം രവി അറിയും. എങ്ങനെയെങ്കിലും അരുണഗിരിയുടെ കാല് പിടിച്ചിട്ടായാലും തന്റെ മകന്റെ ജീവൻ രക്ഷിക്കണമെന്ന് തീരുമാനിച്ച് രവി നേരെ SP ഓഫീസിലേക്ക് ചെല്ലുന്നു. അവിടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അരുണഗിരി. അരുണഗിരിയോട് രവി പറയുന്നത്, എന്റെ മകനെ വെറുതെ വിടണം, നിങ്ങൾ പറയുന്ന എന്ത് വേണമെങ്കിലും ചെയ്യാം, എത്ര കാശ് വേണമെങ്കിലും തരാമെന്നും രവി പറയുന്നു.
എന്നാൽ അത് കേട്ട് അരുണഗിരി പറയുന്നത്, കാണാതായത് ഒരു സ്ത്രീയും അവരുടെ മകളുമാ. ആ ഒരു കേസ് എനിക്ക് അന്വേഷിച്ചേ പറ്റൂ. നിങ്ങളുടെ മകനെ എത്രയും വേഗം ഹാജരാക്കണമെന്നും അരുണഗിരി പറയും. രവി എത്ര കെഞ്ചിയിട്ടും അരുണഗിരി കേൾക്കുന്നതേയില്ല. എന്നാൽ അരുണഗിരിയാണെങ്കിൽ രവിയോട് വല്ലാതെ ചൂടായാണ് സംസാരിക്കുന്നതും. ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്നും രവിക്ക് മനസ്സിലായി. ഉടനെ തന്നെ രവി SP ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് തന്റെ കൂട്ടാളിയോട് പറയുന്നുണ്ട്, ഇതെന്തായാലും നമ്മുടെ കയ്യിൽ നിൽക്കില്ല, കാളി തന്നെ വരണമെന്നും പറയുന്നു. കാളിയാണ് നമ്മുടെ കഥാനായകനും. പിന്നീട് കാളിയാണ് കാണിക്കുന്നത്. കാളി വരണമെന്ന് പറയുമ്പോൾ എല്ലാവരും കരുതും കാളി വലിയൊരു ഗുണ്ടയായിരിക്കുമെന്ന്. പക്ഷെ അവിടെയാണ് തെറ്റിയത്. കാളി ഇപ്പോൾ തന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സമാധാനത്തോടു കൂടി ഒരു ജീവിതം ജീവിക്കുകയാണ്. ഒരു പലചരക്ക് കട നടത്തുകയാണ് കാളിയും ഭാര്യയും. ഭാര്യയായ കലൈവാണിക്കൊപ്പം മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി തന്റെ വണ്ടിയിൽ വെച്ച് കെട്ടി ഭാര്യയും കൊണ്ട് വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി തിരിച്ചു വരികയാണ് കാളി. കാളിക്ക് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമാണുള്ളത്. ഇളയ മകന്റെ പേര് ദിലീപ് എന്നാണ്. മകന് ദിലീപ് എന്ന പേര് വെച്ചതിന് പിന്നിലെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥയുണ്ട്. അത് വഴിയെ മനസ്സിലാകും. ആ ഒരു ഉത്സവരാത്രി ഭാര്യയ്ക്കൊപ്പം സാധനങ്ങളൊക്കെ വാങ്ങി തിരികെ കടയിലേക്ക് എത്തിയ കാളിയെ കാത്ത് അവിടെ രവി ഉണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല രവിയെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാളി കാണുമെന്ന്. കാരണം പണ്ട് രവിയുടെ ഗ്യാങ്ങിലുള്ള ഒരാളായിരുന്നു കാളി. എന്നാൽ എന്തോ വലിയൊരു സംഭവത്തിന് ശേഷം കാളി തന്റെ ആ ഒരു ഗുണ്ടാ തൊഴിലെല്ലാം മതിയാക്കി ഇപ്പോഴത്തെ കുടുംബം, കുട്ടികൾ, കട, ജോലി അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനമായിട്ട് ഒരു ജീവിതം ജീവിക്കുകയാണ്. വീണ്ടും രവിയെ കണ്ടതും കാളി ഞെട്ടിപ്പോകുന്നു. കാളി മാത്രമല്ല കലൈവാണിയും ഞെട്ടിപ്പോവുകയാണ്. കാരണം കാളി പണ്ട് എന്ത് തൊഴിലാണ് ചെയ്തിരുന്നെന്നുള്ള കാര്യം കലൈവാണിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. രവി കാളിക്കടുത്തെത്തിയിട്ട് നടന്ന സംഭവങ്ങളെല്ലാം കാളിയോട് തുറന്നു പറയുന്നു. എന്നിട്ട് രവി പറയുന്നുണ്ട്, ഇന്നത്തെ ഈ ഒരു ദിവസം രാത്രി എങ്ങനെയെങ്കിലും നീ എന്റെ മകനെയും എന്നെയും സേഫ് ആക്കണം. ആ അരുണഗിരി ഞങ്ങളെ എൻകൗണ്ടർ ചെയ്യുവാനായി പോവുകയാണ്. ഈ ഒരു ദിവസം രാത്രി മാത്രം ഞങ്ങളെ നീ എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതി. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ കോർട്ടിൽ പോയി ഹാജരാവാം. പക്ഷെ നീ അതിനു മുൻപ് ഒരു കാര്യം ചെയ്യണം. ആ അരുണഗിരിയെ നീ കൊല്ലണം. എന്നാൽ അതിന് കാളി തയ്യാറാകുന്നില്ല. കാരണം കാളി ഈ ഒരു കാര്യങ്ങളെല്ലാം വിട്ടിട്ട് പുതിയൊരു ജീവിതം ജീവിക്കുകയാണല്ലോ. വീണ്ടും രവി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു പഴയ തൊഴിലിനിറങ്ങുന്നതിന് കാളിക്ക് ഒട്ടും താല്പര്യമില്ല. എന്നാൽ അതിന് തയ്യാറാകാത്ത കാളിയുടെ കാലിൽ വീണ് കെഞ്ചുകയാണ് രവി. എന്നാൽ അത് കലൈവാണി കണ്ടുകൊണ്ടുവരും. കലൈവാണി കാളിയോട് പറയുന്നുണ്ട്, മുൻപ് നിങ്ങൾ ചെയ്തിരുന്ന തൊഴിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. രക്തം പറ്റിയിട്ടുള്ള കൈകളാണ് നിങ്ങളുടേത്. എന്നാൽ അതിൽ നിന്നെല്ലാം ഇപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയും വീണ്ടും ആ പഴയൊരു അവസ്ഥയിലേക്ക് പോകരുതെന്നും കലൈവാണി കാളിയെ നിർബന്ധിക്കും. എന്നാൽ കലൈവാണിയുടെ ആവശ്യം അംഗീകരിക്കുവാനായിട്ട് കാളി കൂട്ടാക്കുന്നില്ല. അതിനു പിന്നിലും മറ്റൊരു കാരണമുണ്ട്. എന്തെന്നാൽ രവി കാളിയുടെ കാലിൽ വീണ് കെഞ്ചുകയല്ല ചെയ്തത്. കെഞ്ചുന്നത് പോലെ അഭിനയിച്ചിട്ട്, നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഇവിടെ തന്നെയല്ലേ ഉള്ളത്, എന്നെയും എന്റെ മകനെയും നീ രക്ഷപ്പെടാനായിട്ട് സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തെ ഞാൻ വെച്ചേക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. വേറെ വഴിയില്ലാതെ തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് ചിന്തിച്ച കാളിയാണെങ്കിൽ അരുണഗിരിയെ കൊല്ലുവാനായിട്ടും തീരുമാനിക്കുന്നു. കാളിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കുക, അത് മാത്രമേ ഉള്ളൂ. കാളി രവിയോട് പറയുന്നുണ്ട്, നേരിട്ടൊന്നും കയറി ചെന്ന് അരുണഗിരിയെ കൊല്ലുവാനായിട്ടൊന്നും പറ്റത്തില്ല. അതിനൊരു പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞ് തന്റെ കൈവശമുള്ള പ്ലാൻ രവിയോട് പറഞ്ഞു കൊടുക്കുന്നു. അരുണഗിരി വരുന്ന വഴിയിൽ ബോംബ് വെക്കുക, അതാണ് അവരുടെ പ്ലാനും. ബോംബെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് രവിയുടെ വീട്ടിലാണ്. രവിയുടെ വീട്ടിൽ നിന്നും ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുവന്ന് അരുണഗിരി വരുന്ന വഴി ബോംബെല്ലാം സെറ്റ് ചെയ്യും. പക്ഷേ അവർ കരുതിയതുപോലെ അരുണഗിരിയുടെ വണ്ടിയാണെങ്കിൽ ബോംബിന് മുകളിലൂടെ കയറിയില്ല. അത് കാരണം ആ ഒരു പ്ലാനും ചീറ്റിപ്പോകുന്നു. രവി കാളിയോട് പറയുന്നുണ്ട്, നിന്നെ വിശ്വസിച്ച ഞാനിതെല്ലാം ചെയ്യുന്നത്. നീ ഒന്ന് ശ്രദ്ധിച്ചു ചെയ്. ഇന്ന് രാത്രിക്ക് മുൻപ് അരുണഗിരിയുടെ കാര്യത്തിൽ തീരുമാനമാകണം. എനിക്കും എന്റെ മകനും രക്ഷപ്പെടണമെന്നും രവി പറയുന്നു. അതേ സമയം തന്നെയായിരുന്നു കണ്ണൻ രവിയെ ഫോൺ വിളിക്കുന്നതും. നീ ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ഭാര്യയും മക്കളും ഈ ഒരു ഉത്സവ രാത്രി തികയ്ക്കില്ല. അതിനു മുൻപ് അവരെ ഞാൻ കൊല്ലുമെന്നും കണ്ണൻ ഭീഷണിപ്പെടുത്തി. വേറെ വഴിയില്ലാതെ കാളി നേരെ പോകുന്നത് ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്കാണ്. കാളിയുടെ ഭാര്യയും മക്കളും ഉത്സവത്തിൽ പങ്കെടുക്കുവാനായിട്ടും ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാളി നേരെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അവന്റെ ഭാര്യയും മക്കളെയും ഫോളോ ചെയ്ത് രവിയുടെ ആളുകൾ പോകുന്നതാണ്. കാരണം കാളി അവർ പറയുന്നത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏത് നിമിഷവും തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊല്ലുവാനായിട്ട് ആള് റെഡിയാണ് എന്നുള്ള കാര്യം കാളിക്ക് മനസ്സിലായി. തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാകുമെന്ന് ചിന്തിച്ച കാളിയാണെങ്കിൽ പുതിയ പ്ലാൻ ഇടുകയാണ്. നേരെ അരുണഗിരിയെ കാണുവാനായും പോകും. അരുണഗിരി വരുന്ന വഴിയിൽ വഴി തടയും വിധം നിൽക്കുകയാണ് കാളി. കാളിയെ കണ്ടതും കാളി ആരാണെന്ന് അരുണഗിരിക്ക് മനസ്സിലായി. മുൻപേ അരുണഗിരിക്ക് കാളിയെ പറ്റി അറിയാം. കാളി എന്ത് തൊഴിലാണ് ചെയ്യുന്നതെന്നും ആരായിരുന്നു എന്നുള്ള കാര്യമെല്ലാം അരുണഗിരിക്ക് അറിയാമായിരുന്നു. രവി തന്നെ കാണാൻ വന്നിരുന്നു എന്നുള്ള കാര്യം അരുണഗിരിയോട് കാളി പറയുന്നു.
എന്നിട്ട് കാളി പറയുന്നുണ്ട്, ദേ നോക്ക് എസ് പി, അവരെന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് ചെയ്യുവാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. എനിക്കെന്റെ കുടുംബമാണ് വലുതെന്ന് കാളി പറയും. കാളി പറയുന്നത് കേട്ട് അരുണഗിരി കുത്തി കുത്തി അവനോട് ഓരോ ചോദ്യങ്ങളും ചോദിക്കുന്നു. എന്ത് ജോലിയാ നിന്നെ അവരെ ഏൽപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴും എന്ത് തൊഴിലാണ് അവരെ ഏൽപ്പിച്ചതെന്ന് വിട്ടു പറയുവാനായിട്ടും കാളി തയ്യാറാകുന്നില്ല. ഒടുവിൽ അരുണഗിരിക്ക് കാര്യം മനസ്സിലായി. ഓഹോ, നിന്നെ ഉപയോഗിച്ച് എന്നെ തീർക്കുവാനായിട്ടുള്ള പ്ലാൻ ആണല്ലേ അത്. എങ്കിൽ ഞാനൊരു കാര്യം പറയാം. കണ്ണനെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നീ എന്നോട് പറയണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഉത്സവത്തിന് പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന നിന്റെ ഭാര്യയും മക്കളെയും ഞാൻ തൂക്കുമെന്നും അരുണഗിരി കാളിയെ ഭീഷണിപ്പെടുത്തുന്നു. കാളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. കാളി ചിന്തിക്കുന്നത്, എന്തായാലും അരുണഗിരിയെ കൊന്നു കഴിഞ്ഞാൽ തനിക്കൊരിക്കലും രക്ഷപ്പെടാനാകില്ലെന്ന് കാളിക്കറിയാം. കാരണം അത്രയും വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറിനെ കൊന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാളിക്ക് രക്ഷപ്പെടുവാനായിട്ടും പറ്റത്തില്ലല്ലോ. അരുണഗിരി എങ്ങനെയെങ്കിലും രവിയെയും കണ്ണനെയും എൻകൗണ്ടർ ചെയ്ത് കൊന്നേ മതിയാകൂ എന്ന വാശിയിൽ നിൽക്കുകയാണ്. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നമെന്നാണ് പിന്നീട് കാണിക്കുന്നത്. ഈ കാളി രവിയുടെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പേര് കേട്ട ഒരു ഗുണ്ടയായിരുന്നു. രവിയുടെ ഒരു അടിമ എന്ന് വേണമെങ്കിൽ പറയാം. രവി പറയുന്നതിന് അപ്പുറം ചലിക്കാത്ത ഒരു ഗുണ്ട. കാളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ദിലീപ്. ദിലീപ് ആരാണെന്ന് സിനിമയിലുടനീളം കാണിക്കുന്നതേയില്ല. കാളിയുടെയും കലൈവാണിയുടെയും വിവാഹം ഉറപ്പിച്ച സമയം, അവരുടെ വിവാഹ ദിവസം രാവിലെ തന്നെ ഈ ദിലീപിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അതിന് പിന്നിലൊരു കാരണമുണ്ട്. ദിലീപ് പോലീസിനെ എടാ എന്ന് വിളിച്ചെന്ന്. ആ ഒരു കാരണം ചൊല്ലി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ഇൻസ്പെക്ടർ ആണെങ്കിൽ ദിലീപിനെ സ്റ്റേഷനിലിട്ട് ഒരുപാട് തല്ലും. ആ ഒരു ഉപദ്രവത്തിൽ ദിലീപ് മരണപ്പെട്ടു പോകുന്നു. എന്നാൽ ഈ വിവരം രാവിലെ തന്നെ രവിയും കണ്ണനും അറിയും. എന്നാൽ ഈ കാര്യം കാളിയെ അറിയിക്കത്തില്ല. ഇവർക്ക് അതിനു പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു. രവിക്കും കണ്ണനും ദിലീപിന്റെ മരണം കൊണ്ട് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദിലീപ് മരണപ്പെട്ട വിവരം കാളിയെ അറിയിക്കാത്തതും. വിവാഹം കഴിഞ്ഞ സമയമായിരുന്നു കാളിയെ കാണുവാനായിട്ട് അരുണഗിരി എത്തുന്നതും. ഈ ഒരു കാര്യം വളരെ വിഷയമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരുണഗിരി എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കുവാനായിട്ട് കാളിക്കടുത്തേക്ക് എത്തിയതും. കാളിയോട് ദിലീപ് മരണപ്പെട്ട കാര്യം പറയുന്നു. അതിനു പിന്നിൽ ഇൻസ്പെക്ടർ ആണെന്നും കാളിക്ക് മനസ്സിലായി. ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ ആ നാട്ടിലെ തന്നെ പേര് കേട്ട രാഷ്ട്രീയക്കാരന്റെ മരുമകനാണ്. വിവരം അറിഞ്ഞതും കാളിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ദിലീപാണല്ലോ മരണപ്പെട്ടിരിക്കുന്നത്. ഇൻസ്പെക്ടറിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന വാശിയായി കാളിക്ക്. പക്ഷെ അരുണഗിരിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാനായി നോക്കും. അരുണഗിരിയുടെ കണ്ണു പെട്ടിച്ച് കാളി ആ മണ്ഡപത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. എന്നിട്ട് നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. തന്റെ കൈവശമുണ്ടായിരുന്ന ബോംബ് സ്റ്റേഷനിലേക്ക് എറിയും. ബോംബെറിഞ്ഞ് പോലീസ് ഇൻസ്പെക്ടറിനെ കൊല്ലാമെന്നാണ് കാളിയുടെ പ്ലാൻ. പക്ഷെ അതേസമയം അരുണഗിരി അവിടേക്ക് എത്തുന്നു. അരുണഗിരി കാളിയെ തോക്കു ചൂണ്ടി നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നും അരുണഗിരി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കുവാനായിട്ട് കാളി കൂട്ടാക്കുന്നതേയില്ല. ദിലീപിനെ അടിച്ചു കൊന്ന പോലീസ് ഇൻസ്പെക്ടർ ആ നാട്ടിൽ തന്നെ പേര് കേട്ട രാഷ്ട്രീയക്കാരന്റെ മരുമകനാണ്. ഈ ഒരു വിവരം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോലീസ് ഇൻസ്പെക്ടറിനെയും രാഷ്ട്രീയക്കാരനെയും അത് നന്നായി ബാധിക്കുമെന്ന് ആ രാഷ്ട്രീയക്കാരൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കണമെന്നും ആ ഒരു രാഷ്ട്രീയക്കാരൻ തീരുമാനിച്ചു. പക്ഷെ ഇതിനിടയ്ക്ക് നിന്ന് കളിക്കുകയാണ് രവിയും കണ്ണനും. അവർക്ക് മറ്റൊരു ഉദ്ദേശമുണ്ട്. എല്ലാം ഒത്തുതീർപ്പാക്കുവാനായിട്ട് ഏർപ്പാടാക്കിയത് അരുണഗിരിയായിരുന്നു. അരുണഗിരിക്ക് രവിക്കും കണ്ണനും ഇതിന് പിന്നിൽ എന്തോ പരിപാടിയുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലായി. ഉടനെ തന്നെ അരുണഗിരി നേരെ കാളിക്കടുത്തേക്ക് എത്തി. അന്ന് കാളിയുടെ വിവാഹമാണല്ലോ. ദിലീപ് മരണപ്പെട്ട കാര്യം കാളിയോട് പറയുന്നു. കാളിക്കാണെങ്കിൽ അത് താങ്ങാനായില്ല. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ കാളി അരുണഗിരിയുടെ കണ്ണു വെട്ടിച്ച് നേരെ പോകുന്നത് ആ ഒരു പോലീസ് ഇൻസ്പെക്ടറിന്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരെ കൊന്നുകളയും. എന്നിട്ട് അവസാനം പോലീസ് ഇൻസ്പെക്ടറിന്റെ തലയിൽ ഗണ്ണ് വെച്ചിട്ട്, ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുവാനായി പോവുകയാണ്. പോലീസ് ഇൻസ്പെക്ടറുടെ വീട് കയറി ആക്രമിച്ച കുറ്റത്തിന് ഞാൻ കീഴടങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് കാളി അവിടെ നിന്ന് പോകുന്നതും. കാളി തന്റെ വീട്ടിലേക്കെത്തി തന്റെ നെറ്റിയിൽ തോക്ക് ചൂണ്ടിയ കാര്യമെല്ലാം അമ്മായിയച്ഛൻ അറിയുന്നു. കാളി സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇട്ട് അവനെ തീർക്കണമെന്നും അമ്മായിയച്ഛൻ പറയുന്നു. അങ്ങനെ കാളിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങുവാനായി എത്തുകയാണ്. തന്റെ ഡ്രസ്സെല്ലാം ഊരിക്കളഞ്ഞിട്ട് ഒരു ട്രൗസറിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതും. കാളിയുടെ കൈവശം ഒരു മഞ്ഞ സഞ്ചിയും ഇരിക്കുന്നുണ്ട്. ആ സഞ്ചി പോലീസുകാരൻ കയറി ചെന്നപ്പോഴേ അങ്ങ് വാങ്ങി. കാളി നേരെ അരുണഗിരിയുടെ ക്യാബിനിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ആ ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ അമ്മായിയച്ഛനും ഇരിക്കുന്നുണ്ട്. നീ എന്റെ മരുമകനെ വീട്ടിൽ കയറി വിരട്ടിയിട്ട് നീ അങ്ങനെ ജീവനോടെ ഇരിക്കാമെന്ന് കരുതിയോ എന്നൊക്കെ ചോദിച്ചാണ് വിരട്ടുന്നത്.
ഇരിക്കുന്നതും. അതേസമയം തന്നെ ആ ഒരു പോലീസുകാരന്റെ കയ്യില് കാളി കൊണ്ടുവന്ന മഞ്ഞ സഞ്ചി ഇരിക്കുന്നതും അരുണഗിരി കാണുന്നു. അതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അരുണഗിരിയുടെ ടേബിളിലേക്ക് ആ ഒരു പോലീസുകാരൻ സഞ്ചിയിലുള്ള സാധനം തട്ടിയിടും. അതെന്തൊക്കെയോ ഇരുമ്പ് വസ്തുക്കളാണ്. എന്നാൽ അതേസമയം തന്നെ പോലീസ് ഇൻസ്പെക്ടറുടെ അമ്മാവനാണെങ്കിൽ കാളിയെ വിരട്ടുന്നത് കേട്ട് ദേഷ്യം വന്ന കാളി ആ ഒരു ടേബിളിന് മുകളിലേക്ക് ചാടി കയറിയിരുന്ന് ആ ഒരു ഇരുമ്പ് സാധനങ്ങളെല്ലാം ജോയിൻ ചെയ്ത് വന്നപ്പോൾ അത് അവസാനം ഒരു തോക്കായിരുന്നു. തോക്കെടുത്ത് ആ അമ്മായി അച്ഛനെ അങ്ങ് വെടിവെച്ച് കൊല്ലും. അതെല്ലാം കാണുന്ന അരുണഗിരി കാളിയോട് പറയുന്നുണ്ട്, ദിലീപിന്റെ മരണവും എനിക്ക് തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ദിലീപ് മരണപ്പെട്ട വിവരം രാവിലെ തന്നെ രവിയും കണ്ണനും അറിഞ്ഞിരുന്നു. എന്നിട്ട് അവർ എന്തുകൊണ്ടാ നിന്നോട് പറയാത്തത്? അതിനു പിന്നിലും ഒരു കാരണമുണ്ട്. നീ എപ്പോഴായാലും ഈ ഒരു കാര്യം അറിയും. അത് ഒരുപാട് താമസിച്ചായാൽ അത്രയും നല്ലത്. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നിനക്കുറപ്പായും ഈ രാഷ്ട്രീയക്കാരനോട് ഒരുപാട് ദേഷ്യം വരും. ആ സമയത്ത് നീ എന്തായാലും ഇതുപോലെ തന്നെയായിരിക്കും ചെയ്യുക എന്നുള്ള കാര്യം രവിക്കും കണ്ണനും നന്നായിട്ട് അറിയാമായിരുന്നു. ഈ രാഷ്ട്രീയക്കാരൻ മരിക്കേണ്ടത് രവിയുടെയും കണ്ണന്റെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു കാര്യം നിന്നോട് പറയാത്തതും. നീ അറിഞ്ഞ് അയാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു നാട്ടിലെ തന്നെ പേരുകേട്ട ഗ്യാങ്സ്റ്റർ രവിയും കണ്ണനും ആകുമല്ലോ. അത് തന്നെയാണ് അവരുടെ ഉദ്ദേശമെന്നും അരുണഗിരി കാളിയോട് പറയുന്നു. കാളി അത് കേട്ട് തകർന്നു പോകും. കാളി വിശ്വസിച്ചിരുന്ന ആളുകളാണല്ലോ കാളിയെ ചതിച്ചതും. സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാളിയാണെങ്കിൽ ആ ഒരു പോലീസ് ഇൻസ്പെക്ടറിനെ കാണുകയും തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കുവെച്ച് പോലീസ് ഇൻസ്പെക്ടറിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ആ ഒരു സംഭവത്തോടു കൂടി രവിയോടും കണ്ണനോടുമുള്ള കാളിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇനി എന്തായാലും അവർക്കൊപ്പം താൻ ഉണ്ടാകില്ല എന്ന് കരുതിയാണ് ആ ഒരു ഗുണ്ടാ തൊഴിൽ വിട്ടിട്ട് കല്യാണം കഴിച്ച് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സുഖമായി ജീവിക്കുവാനായിട്ടും കാളി തീരുമാനിച്ചതും. അരുണഗിരിയുടെ കൺമുന്നിൽ വെച്ചാണല്ലോ അത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത്. എന്നിട്ടും കാര്യമായിട്ട് ഒന്നിലും പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അരുണഗിരിക്ക് ഡീപ്രമോഷൻ കിട്ടിയതും. രവിയും കണ്ണനും കാരണമാണല്ലോ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് രവിയോടും കണ്ണനോടും അരുണഗിരിക്ക് ഇത്രയും ദേഷ്യവും അവരെ എങ്ങനെയെങ്കിലും എൻകൗണ്ടർ ചെയ്ത് കൊല്ലണമെന്നും അരുണഗിരി തീരുമാനിച്ചതും. ദിലീപ് എന്നാണല്ലോ തന്റെ മകന് കാളി പേരിട്ടിരിക്കുന്നതും. അത് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേരായതുകൊണ്ടാണ് മകന് കാളി അങ്ങനെ പേര് കൊടുത്തതും. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. അരുണഗിരിക്കൊപ്പം നിൽക്കാതെ വേറെ വഴിയില്ലെന്ന് കാളിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എവിടെയാണ് കണ്ണൻ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കാളി അരുണഗിരിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണല്ലോ. ഉത്സവം നടക്കുന്ന സ്റ്റേജിന് താഴെയായിട്ടാണ് കണ്ണനും കൂട്ടരും ഒളിച്ചിരിക്കുന്നത്. അവിടേക്ക് അരുണഗിരിയും മറ്റു പോലീസുകാരും എത്തി കണ്ണനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. കണ്ണനെയും കണ്ണന്റെ 2 കൂട്ടാളികളെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ് അരുണഗിരി. ഇനി കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് കാളി ചോദിക്കുന്ന സമയത്തും അരുണഗിരി കാളിയെ വിടുവാനായിട്ടും കൂട്ടാക്കുന്നില്ല. കാളി ഇപ്പോഴും രവിയുടെ കൂട്ടാളിയാണെന്നാണ് അരുണഗിരി വിചാരിച്ചിരിക്കുന്നതും. അരുണഗിരിക്ക് എങ്ങനെയെങ്കിലും രവിയെ കൂടിയും കണ്ടെത്തണം. അഥവാ ഇപ്പോൾ കണ്ണനെ കൊന്നു കഴിഞ്ഞാൽ രാവിലെ ഉറപ്പായിട്ടും രവി കോടതിയിൽ ഹാജരായി രവി രക്ഷപ്പെടും. അതിന് രവിയെ അനുവദിച്ചുകൂടാ. രവിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അതിന് കാളിയെ കൊണ്ടേ പറ്റുമെന്ന് ചിന്തിച്ച അരുണഗിരി കാളിയും കൊണ്ടുവന്ന് കണ്ണന്റെ കൂട്ടത്തിൽ കെട്ടിയിടും. അങ്ങനെ കെട്ടിയിടുമ്പോഴെങ്കിലും രവിയുള്ള സ്ഥലം എങ്ങനെയെങ്കിലും കാളി കണ്ടുപിടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ തുറന്നു പറയുമെന്ന് അരുണഗിരിക്ക് ഉറപ്പായിരുന്നു. അതേ സമയത്തായിരുന്നു കണ്ണന് തന്നോടൊപ്പമുള്ള ആ 2 പേരെയും നല്ല സംശയമുണ്ടാകുന്നത്. കണ്ണൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കണ്ണന്റെ കൂടെയുള്ള 2 പേർക്കുമാണല്ലോ അറിയാവുന്നത്. അപ്പോൾ നിങ്ങൾ 2 പേർ ആരെങ്കിലുമാണോ അരുണഗിരിയെ വിളിച്ച് വിവരം പറഞ്ഞു കൊടുത്തത് എന്നുള്ള സംശയം കണ്ണനുണ്ട്. ആ കാര്യം ചോദിക്കുന്നുമുണ്ട്. അവർ 2 പേരും ഞങ്ങളല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു തന്നെ പറയുന്നു. അതേ സമയത്തായിരുന്നു കണ്ണന്റെയും രവിയുടെയും ആളുകൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതും. അവിടെ ഒരുപാട് ഫൈറ്റ് നടക്കും. വെടിയൊച്ചകളും ഒക്കെ അവർ കേൾക്കുന്നു. കണ്ണന് മനസ്സിലായി തന്റെ ആളുകളാണ് വന്നിരിക്കുന്നതെന്ന്. കണ്ണൻ ജനലിലൂടെ എത്തി നോക്കുന്ന സമയത്ത് കാണുന്നത് SP ആയിട്ടുള്ള അരുണഗിരിക്ക് വെടിയേറ്റു അരുണഗിരിയെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ്. അരുണഗിരി രക്ഷപ്പെട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുവാനൊക്കെ ശ്രമിക്കും. അതേ സമയത്ത് കണ്ണന്റെ ആളുകളും അകത്തേക്ക് കയറി വന്ന് കണ്ണനെയും കണ്ണന്റെ 2 കൂട്ടാളികളെയും പിന്നെ കാളിയെയും ഒക്കെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുവാനായി ഒരുങ്ങും. അപ്പോൾ കണ്ണനാണെങ്കിൽ തന്റെ കൂടെയുള്ള 2 കൂട്ടാളികളെയും ഓൾറെഡി സംശയമുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങിയിട്ട് 2 കൂട്ടാളികളെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം കാളിയും കൊണ്ട് വണ്ടിയിൽ യാത്രയാകുന്നു. അപ്പോഴാണ് പകുതി വഴിയിൽ വെച്ച് അരുണഗിരിയെ അവർ കണ്ടുപിടിക്കുന്നതും. അരുണഗിരിക്ക് നന്നായിട്ട് വെടിയേറ്റിട്ടുണ്ട്. കാളി അരുണഗിരിയെ കണ്ണന്റെ കൈക്കൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി വിടുവാനായിട്ട് നോക്കും. പക്ഷെ പറ്റുന്നില്ല. ഒടുവിൽ വെടിയേറ്റ് അവശനായിരുന്ന അരുണഗിരിയെ കണ്ണന്റെ കൂട്ടുകാരാണെങ്കിൽ വണ്ടിയിലിട്ട് കൊണ്ടുപോവുകയാണ്. പകുതി വഴിയിൽ വെച്ച് കാളിക്ക് രവിയുടെ കോൾ വരും. ഇനി അരുണഗിരിയെ കിട്ടിയില്ലേ, നിന്റെ ആവശ്യമില്ല, പൊക്കോളാനായിട്ടും കാളിയോട് പറയുന്നു. ആ വിവരം കണ്ണൻ അറിയുകയാണ്. കണ്ണൻ പകുതി വഴിയിൽ വണ്ടി നിർത്തിയിട്ട് കാളിയെ ഇറക്കുന്നു.
എന്നിട്ട് കാളിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെയാണ് ഒളിച്ചിരുന്നത് എന്നുള്ള കാര്യം നീയല്ലേ അരുണഗിരിക്ക് പറഞ്ഞു കൊടുത്തത്? കാളി അതിന് സമ്മതിക്കത്തില്ല. ഉടനെ തന്നെ കാളിയുടെ ഫോൺ പിടിച്ചു വാങ്ങി നോക്കുന്ന സമയത്ത് സത്യം എന്താണെന്ന് കണ്ണന് മനസ്സിലായി. നീയാണല്ലേ ഇതിന് പിന്നിലെന്ന് ചോദിച്ച് കണ്ണന്റെ ആളുകളെല്ലാം കാളിയെ വളയുന്നു. എന്നാൽ കാളിയാണെങ്കിൽ ഇനി രക്ഷയില്ല എന്നും മനസ്സിലാക്കി ഉടനെ തന്നെ അവരെ നേരിടുവാനായും തീരുമാനിച്ചു. അങ്ങനെ ഒരു ഘട്ടത്തിൽ കാളി കണ്ണനെ കൊന്നുകളയും. എന്നിട്ടൊരു തോക്കെടുത്ത് കണ്ണന്റെ ആളുകളെ എല്ലാവരെയും തുരുതുരാ വെടിവെച്ച് കൊന്നുകളയുന്നു. ഒരുവിധം എല്ലാവരെയും വെടിവെച്ച് കൊന്നിട്ട് കാളി നേരെ തന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കാളിയുടെ ഡ്രസ്സിൽ മുഴുവൻ രക്തമായിരുന്നു. അത് കണ്ട് ഭാര്യയ്ക്ക് വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് ഭാര്യ ചോദിക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം കാളി ഭാര്യയോട് തുറന്നു പറഞ്ഞു. എന്നാൽ രവിക്കൊപ്പം ആദ്യം ഒരു പയ്യൻ വന്നിരുന്നല്ലോ, രവിയുടെ കൂട്ടാളിയായിട്ടുള്ള വെങ്കട്ട് അതേസമയം കാളിയുടെ വീട്ടിലുണ്ടായിരുന്നു. ആരും അറിയാതെ കാളിയുടെ വീട്ടിനുള്ളിലെ ബാത്റൂമിൽ ഒളിച്ചിരിക്കുകയായിരുന്നു വെങ്കട്ട്. കാളിയും ഭാര്യയും സംസാരിക്കുന്നതെല്ലാം വെങ്കട്ട് കേട്ടിരുന്നു. പുറത്തേക്കിറങ്ങിയ വെങ്കട്ടിനോട് കാളി ചോദിക്കുന്നുണ്ട്, ഞാൻ സംസാരിച്ച കാര്യങ്ങളെല്ലാം നീ കേട്ടുവല്ലേ? അപ്പോൾ വെങ്കട്ട് കേട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുവാനായും ശ്രമിക്കും. അങ്ങനെ കാളി വെങ്കട്ടിനെ പിടികൂടും. പക്ഷെ വെങ്കട്ടിനെ കൊല്ലുവാനായിട്ടുള്ള മനസ്സ് കാളിക്ക് വന്നില്ല. കാരണം വെങ്കട്ടിന് അതേസമയം ജന്യ വന്നിരുന്നു. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കുവാനായിട്ട് ഇരുമ്പെടുക്കുവാനായിട്ട് തന്റെ വീട്ടിലേക്ക് ചെന്ന കാളി കാണുന്ന കാഴ്ച മറ്റൊന്നായിരുന്നു. എന്തെന്നാൽ അരുണഗിരിയുടെ എൻകൗണ്ടറിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് രവി തന്റെ കുടുംബത്തെ മുഴുവൻ കൂട്ടി കാളിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. കാളിയുടെ ഭാര്യയും കാളിയും അവരെ കണ്ട് ഞെട്ടിപ്പോകും. മാത്രമല്ല കാളിയുടെ ഡ്രസ്സിലാണെങ്കിൽ രക്തവും പറ്റിയിരിക്കുന്നു. അത് കാണുന്നതും ഇവർക്കൊക്കെ എന്തൊക്കെയോ സംശയം ഉണ്ടാകുന്നു. എവിടെ വെങ്കട്ട്, എവിടെ കണ്ണൻ എന്നൊക്കെ വീട്ടുകാരും രവിയും ഒക്കെ തിരക്കും. അപ്പോൾ കാളിയുടെയും ഭാര്യയുടെയും പെരുമാറ്റത്തിലുള്ള മാറ്റം കണ്ട് രവിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു. മാത്രവുമല്ല അവിടെ നമ്മുടെ കണ്ണന്റെ കാറ് കിടക്കുന്നതും രവി കാണുകയാണ്. അതും കാളിയുടെ വീടിനടുത്തായിട്ട്. കണ്ണൻ എന്തോ സംഭവിച്ചു കാണും എന്ന് ടെൻഷൻ അടിച്ചാണ് രവി കാറിനടുത്തേക്ക് ചെല്ലുന്നതും ഡോറ് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് വെടികൊണ്ട് അവശനായി കിടക്കുന്ന അരുണഗിരിയാണ്. അരുണഗിരി അപ്പോൾ രവിയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കൊല്ലുവാനായിട്ട് കാളിയെ അയച്ചു. എന്നാൽ കാളി നിങ്ങളുടെ മകനെ കൊന്നുകളഞ്ഞുവെന്ന് പറയും. അത് കേട്ട് ദേഷ്യം വന്ന രവിയാണെങ്കിൽ തന്റെ തോക്കെടുത്ത് അരുണഗിരിയെ വെടിവെച്ചങ്ങ് കൊല്ലും. എന്നിട്ട് രവിയുടെ കൂട്ടാളികളും എല്ലാവരും ചേർന്ന് കാളിയെ ഒരുപാട് ഉപദ്രവിക്കുന്നു. ഒരുപാട് തല്ലുകയാണ്. തല്ലുകൊണ്ട് കാളിയും അവശനായി. കാളി ഒരുപാട് ചെറുത്തു നിൽക്കുവാനായി ശ്രമിക്കുമെങ്കിലും നടക്കുന്നില്ല. അടികൊണ്ട് അവശനായ കാളി പറയുന്നുണ്ട്, നടന്നതെല്ലാം നടന്നു, നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്. എന്നെയും എന്റെ കുടുംബത്തിനെയും വെറുതെ വിട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാം. പക്ഷെ അതൊന്നും കേൾക്കുവാനായിട്ട് രവിയും കൂട്ടരും കൂട്ടാക്കുന്നില്ല. എന്റെ മകനെ നീ കൊന്നെങ്കിൽ അവന്റെ ശവശരീരമെങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ടാണ് രവി അവനെ തല്ലുന്നതും. എന്നാൽ കണ്ണന്റെ ശവശരീരം പോലും എവിടെയാണെന്ന് പറയുവാനായിട്ട് പോലും കാളി കൂട്ടാക്കുന്നതേയില്ല. അടികൊണ്ട് അവശനായി കിടക്കുന്ന കാളി വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ മകന്റെ ശവശരീരം എവിടെയുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാം എന്ന് പറയും. അങ്ങനെ അടി നിർത്തുവാനായിട്ടും രവിയും രവിയുടെ ഭാര്യയും പറയുന്നു. അപ്പോൾ അവശനായിട്ട് രക്തം വരെ തുപ്പിയ അവസ്ഥയിൽ ഇരിക്കുകയാണ് കാളി. കാളി അവിടെ നിന്നും നടന്ന് പതിയെ തന്റെ വീടിനടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവിടെ ഒരു സ്ഥലത്തിരുന്നിട്ട് നേരെ ഒരു വണ്ടി ചൂണ്ടിക്കാണിക്കും. ആ വണ്ടി ഒരു ഷീറ്റിട്ട് മൂടിയിരിക്കുകയാണ്. ഉടനെ തന്നെ രവിയും രവിയുടെ കൂട്ടാളികളും ആ വണ്ടിയെ വളയും. വണ്ടി മൂടിയിരുന്ന ഷീറ്റ് മാറ്റിയിട്ട് അതിന്റെ ഡിക്കി ഓപ്പണാക്കി നോക്കുമ്പോൾ അതിൽ വലിയൊരു പെട്ടി ഇരിക്കുന്നത് കാണും. പെട്ടി തുറന്നു നോക്കുമ്പോൾ കാണുന്നത് കണ്ണന്റെ ശവശരീരമല്ല, പകരം നിറയെ ബോംബുകളായിരുന്നു. ആ ബോക്സിലുണ്ടായിരുന്നത് മുഴുവൻ കുഴിബോംബുകളായിരുന്നു. കുഴിബോംബുകളുടെ ലോക്കെല്ലാം കണക്ട് ചെയ്ത് ഒരു കമ്പി താഴേക്ക് പോയിട്ടുണ്ട്. ആ കമ്പി വന്ന് അവസാനിക്കുന്നത് കാളിയുടെ കാൽവിരലുമായിട്ട് ആ കമ്പി കണക്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയെന്നാൽ അടി നിർത്തിയ സമയത്ത് കാളി അവിടെ നിന്നും പതിയെ എഴുന്നേറ്റ് നടന്ന് തന്റെ വീടിന് മുന്നിലേക്ക് വന്നിരുന്നില്ലേ, ആ സമയത്താണ് തറയിൽ നിന്നും ആ ഒരു കമ്പിയുടെ ആ ഒരു ലോക്ക് ഭാഗം തന്റെ കാൽവിരലിലാക്കിയിട്ടാണ് കാളി പതിയെ നടന്നു വന്നതും. കാളി പതിയെ ആ ഒരു കമ്പി വലിക്കുകയാണ്. വലിക്കുന്ന സമയത്ത് ആ വണ്ടിയിലുണ്ടായിരുന്ന ബോംബെല്ലാം പൊട്ടിത്തെറിച്ച് എല്ലാവരും മരണപ്പെടുന്നു. അതിനുശേഷം കാളി തന്റെ കുടുംബത്തെയും കൂട്ടി ഒരു ബസ്സിൽ പോകുന്നതാണ് കാണിക്കുന്നതും. അതേ ബസ്സിൽ തന്നെയായിരുന്നു സിനിമയുടെ തുടക്കത്തിൽ ഒരു സ്ത്രീയും അവരുടെ കുട്ടിയും കണ്ണന്റെ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയില്ലേ, അതേ സ്ത്രീയും അവരുടെ കുട്ടിയും പിന്നെ അവരുടെ ഭർത്താവും അതേ ബസ്സിൽ തന്നെ കയറുകയാണ്. ആ കുട്ടിയാണെങ്കിൽ നമ്മുടെ കാളിയെ കണ്ട് പുഞ്ചിരിക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ആ സ്ത്രീ മരിച്ചെന്ന് പോയിട്ടില്ല. കണ്ണന്റെ വീട്ടിൽ നിന്നും അന്ന് തിരികെ വരുന്ന വഴിയിൽ അവർക്ക് ബോധക്ഷയം സംഭവിച്ചിരുന്നു. അവർ റോഡിൽ ബോധം കെട്ടു വീണിരുന്നു. എന്നാൽ അവരെ കണ്ടത് കാളിയായിരുന്നു. കാളി അവരെ എടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെയാണ് അവരെ കാണാനില്ല എന്ന വാർത്ത അവിടെയാകെ വ്യാപിച്ചത്.
ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് ഈ സ്ത്രീയും കുട്ടിയുമല്ലേ യഥാർത്ഥത്തിൽ. അങ്ങനെ ആ സ്ത്രീയും അവരുടെ ഭർത്താവും കുട്ടിയും പിന്നെ നമ്മുടെ കാളിയും കുടുംബവും എല്ലാം ഒരു ബസ്സിൽ കയറി മറ്റൊരു ദേശത്തേക്ക് യാത്രയാകുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഈ സിനിമ വീരധീര സൂരൻ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. പാർട്ട് 1ലാണ് ആരാണ് ദിലീപ്, ദിലീപിന് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതെല്ലാം പാർട്ട് 1ലായിരിക്കും കാണിക്കുന്നത്. പാർട്ട് 1ന് വേണ്ടിയിട്ടുള്ള സൂചനകളെല്ലാം വിട്ടുകൊണ്ടാണ് പാർട്ട് 2 അവസാനിക്കുന്നതും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.